ഗർഭിണി എവിടെ? നായിന്റെ മക്കളെ. പൊതുജന വികാരം ഭയന്ന് രാഹുലിനെ രാജിവെപ്പിക്കുവാൻ നടന്ന വി ഡി സതീശനും സംഘവും താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുകയാണ്. എങ്കിലും ആ ശത്രുതാ മനോഭാവത്തോടെയുള്ള പ്രവർത്തനങ്ങൾ തുടരുകയുമാണ്. ഇന്ന് കുഴിപ്പുളവൻ സതീശൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് നടത്തിയ ആ നാടകത്തിനിടയിൽ പറഞ്ഞത് കാണുക. ഹൃദയവേദനയോടാണ് അത്രേ രാഹുലിനെതിരെ നടപടിയെടുത്തത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല, നമ്മുടെ ബന്ധമല്ല, അടുപ്പമല്ല, നിലപാടാണ്. ഹൃദയവേദനയോടെ നടപടിയെടുത്ത ഈ നാണം കെട്ടവൻ രാഹുലിന്റെ MLA സ്ഥാനം രാജിവെക്കുവാൻ ഭീഷണിപ്പെടുത്തി. രാജിവെച്ചില്ലെങ്കിൽ നിന്നെ പാലക്കാട്ട് കാലുകുത്തിക്കത്തില്ല എന്നും ഭീഷണിപ്പെടുത്തി. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും എടുത്തു കളഞ്ഞു അനന്തമായി, അതും ഹൃദയവേദനയോടെ. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ UDF MLA-മാരുടെ അടുത്ത് പോലും ഇരിക്കരുത് എന്ന് അന്ത്യശാസനം കൊടുത്തു, വളരെയേറെ ഹൃദയവേദനയോടെ. AICC-യിലെ മുതുകോഴികളും രാഹുലിനെ കൈവിട്ടുപോലും. ഇതുപോലൊരു മുടിഞ്ഞ നടപടി ഒരു പാർട്ടിയും എടുത്തിട്ടില്ലത്രേ. ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട്, ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് ആദരവോടെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. സത്യമല്ലേ? ഇതുപോലൊരു നടപടി ആരെങ്കിലും ഇതുവരെ എടുത്തിട്ടുണ്ടോ? യാതൊരു പരാതിയുമില്ലാതെ, തെളിവുകളില്ലാതെ, ആരാണ് പരാതിക്കാരി എന്ന് പോലും അറിയാതെ ഏതെങ്കിലും ഒരു പാർട്ടി ഇത്രയും ക്രൂരമായ ഒരു നടപടി സ്വന്തം നേതാവിനെതിരെ എടുത്തിട്ടുണ്ടാവുമോ? ഒരിക്കലുമില്ല. നീ കേട്ടു, സതീശൻ കേരളത്തെ ഞെട്ടിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഞെട്ടിക്കാൻ പോവുകയാണ്. ഞെട്ടാൻ റെഡിയായിരിക്കുക. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല, നോക്കൂ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. പറവൂർ താരക അടുത്ത ബോംബ് പൊട്ടിച്ചാൽ സതീശ നിന്റെ നിക്കർ സഹിതം കത്തിപ്പോകും, മറക്കരുത്. താൻ ഞൊട്ടിക്കാൻ പോകുന്നതിന് മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് ഒരു കാര്യം പറയണം. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ പുറത്താക്കിയത് എന്ന്, കൊല്ലാക്കൊല ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് സതീശനോടും ചെന്നിത്തലയോടും വേണുഗോപാലിനോടും ചോദിക്കുവാനുള്ളത് ഈ ചോദ്യമാണ്. ഗർഭിണി എവിടെ? നായിൻ്റെ മക്കളെ എന്ന്. നീയൊക്കെ നടപടിയെടുത്തല്ലോ, എങ്കിൽ പറ, ആ ഗർഭിണി എവിടെ? നായിൻ്റെ മക്കളെ. ആരുടെ ഗർഭത്തെ പ്രതിയാണ് രാഹുലിനെ നിങ്ങൾ ക്രൂശിച്ചത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് സത്യം അറിയണം. അതുകൊണ്ട് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്നത്തെ പ്രതികരണ പരിപാടിയിൽ ജനങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള ചോദ്യം ആ നേതാക്കന്മാരോടുള്ള ജനങ്ങളുടെ ആ ചോദ്യമാണ്. ആ ഗർഭിണി എവിടെ? നായിൻ്റെ മക്കളെ എന്ന്. എൻ്റെ പേര് അബൂബക്കർ, കോട്ടക്കൽ, മലപ്പുറം. VD സതീശനല്ലേ തയ്ച്ചാള്? ആണോ? ആണ്, യാതൊരു സംശയമില്ല ഇതില്. ആ പന്നിയുടെ മോനാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. മോനെ വളരാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. അതുപോലെ ജനങ്ങൾക്ക് വരെ ഇത് മനസ്സിലായി. ജനങ്ങൾക്ക് മനസ്സിലാവണല്ലോ. മനസ്സിലാകത്തില്ല. ഓൻ ആദ്യത്തെ പുറത്ത് വലിച്ചെറിയണം. ഇപ്പം ചെക്കനല്ലേ, ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കാർക്കാ ഇങ്ങനെ നഷ്ടമുണ്ടോ? അമ്മാർക്ക് ലാഭമല്ലേ ഉള്ളൂ. ആ പേര് പറഞ്ഞ് അടുത്ത ഭരണം പിടിക്കാൻ നോക്കും. ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അവസാനം ആ പാവം മരിച്ചപ്പോ കണ്ടില്ലേ, ഇപ്പം അതിന്റെ പേരില് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ട് കാറി കൂവി നടക്കുന്നു, നോക്കുന്നു. എന്റെ മകൻ മരിച്ച വേദന എനിക്കറിയാം. 33 വയസ്സാണ്. ഓനോ എന്റെ ചങ്ങായിമാര് ചതിക്കപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ആണ്. ആ വേദനയാണ് നമ്മൾ സഹിക്കുന്നത്. അതേ വേദന അവൻ വല്ലതും ചെയ്ത അവന്റെ അച്ഛനൊക്കെ അമ്മക്ക് ഉണ്ടാവൂലേ? ആ ബോധമൊക്കെ ഇവന്മാർക്കുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ എന്നേ നന്നായി പോയിന്. കോൺഗ്രസ് ഇത്രയും അകമ്പതിക്കാൻ കാരണം ഈ VD സതീശനാണ്, യാതൊരു സംശയമില്ല. രമേശ് ചെന്നിത്തല ആരെ മൂലക്കെത്തിയത്? അവനല്ലേ മൂലക്കെത്തിക്കണ്ട്. ആ പെണ്ണിന്റെ പെണ്ണാണ് കേക്കൊരിക്കാൻ അവനക്ക് നാണുണ്ടോ? പന്നിക്ക് മനുഷ്യന്മാർ പറയുകയാണെങ്കിൽ ന്യായം വേണ്ടേ? ഇപ്പോൾ രാജിവെക്കണം, അതാക്കണം, ഇതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവനൊക്കെ പാർട്ടി തന്നെ തട്ടിവിടണം അവനെ. അതാണ് വേണ്ടിയത്. വെറുതെയെങ്കിലും വെറുതെ ഇല്ലാത്ത ഇതുണ്ടാക്കുക. ഉമ്മൻചാണ്ടിക്ക് എന്താ സംഭവിച്ച്? അതേ സംഭവം തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വരാൻ പോകുന്നത്.
രാഹുൽ മാങ്കൂട്ട് കേസ് കൊടുക്കാനോ അവരുടെ പേരിൽ വേണ്ടിയത്? എൻ്റെ പേര് കൊച്ചുമോൻ. ഞാൻ താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ വെച്ചിച്ചിറ പഞ്ചായത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, വളരെ നീതിമാനാണെന്ന് എനിക്ക് തോന്നുന്ന കോൺഗ്രസിൻ്റെ ഒരു നല്ല വ്യക്തിത്വത്തെ മുമ്പേ നിങ്ങളുടെ ചാനലിൽ ഞാൻ ചർച്ച കണ്ടപ്പം അതിനകത്തൊരു ചർച്ച കണ്ടു. അദ്ദേഹം നിങ്ങളുടെ അവതാരകൻ ചോദിക്കുന്ന കേട്ടു, കേരളത്തിൽ എവിടെ കൊണ്ട് നിർത്തിയാലും ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിൽ പറയാമെന്ന് വെച്ചപ്പോൾ ഒന്നാമത് പറഞ്ഞു ഷാഫി പറമ്പിലിൻ്റെ പേര്, രണ്ടാമത് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം. അതിൻ്റെ കൂട്ടത്തിൽ ഒരാളുടെ പേരൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, ഈ ചാണ്ടി ഉമ്മൻ. ഈ 3 പേര് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ 3 തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഒരു കാര്യം ഉറപ്പാണ്, മൂന്നാമത് ഒരു സർക്കാർ ഇടതുപക്ഷം വരാൻ സാധ്യതയില്ലായിരുന്ന സ്ഥാനത്ത് അത് ഉണ്ടാക്കി കൊടുത്ത ഒരു സാഹചര്യം നിലവിൽ കാണുന്നു. രണ്ടാമത് VD സതീശൻ അദ്ദേഹത്തിനുള്ള ശവപ്പെട്ടിലെ ആണിയും അടിച്ചു എന്നാണ് എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുള്ളൂ. പിന്നെ ഈ ചാനൽ നിങ്ങളെ ഇത്രയും ധൈര്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എൻ്റെ എല്ലാവിധ നന്ദിയും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കൊല്ലം അദ്ദേഹത്തിന് നല്ല പദവിയുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്. അച്ഛനില്ലാത്ത ഒരു മോന, 2 വയസ്സിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചതാ. ആ അമ്മയെ അനുഭവിച്ച് അമ്മയെ തീറ്റിപ്പോറ്റി വളർത്തി ഇത്രയാക്കി നല്ല വിദ്യാഭ്യാസവും കൊടുത്ത് തീറ്റിപ്പോറ്റി ഒരു പൊന്നുപോൻ അവന് ഇനി അവനെ പിന്നെ ഇല്ലായ്മയാക്കരുത്. കല്യാണം കഴിച്ച് മക്കളും കൊച്ചുമക്കളും അതിന്റെ മക്കളും ഉള്ള ഈ നേതാക്കന്മാരൊക്കെ പിന്നെ പകന്മാന്യന്മാരായിട്ട് നടക്കുന്നതല്ലാതെ മറ്റ് അവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ആദ്യം ഞാൻ നന്നായിട്ട് വേണം മറ്റുള്ളവരെ ഇവരൊക്കെ നന്നാക്കേണ്ടത്. ഞാൻ നല്ലതല്ല. ഇപ്പം കേക്ക് മുറിച്ച് അത് പിന്നെ സ്വന്തം മോളാന്ന്, അത് ഏത് കൂട്ടത്തിലുള്ള മോളാ ഈ കേക്ക് മുറിച്ച് ഇവർ ആസ്വദിച്ചത് ആർക്കെങ്കിലും അറിയാവോ? അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ കേക്കിന് പിന്നെ പങ്കിടാൻ? ഇതൊക്കെ കാണിക്കുന്ന ഒരു മാന്യനെ എന്തായിരുന്നാലും ഈ കൊച്ചു ചെറുപ്പക്കാരനെ ഇല്ലായ്മയാക്കണ്ട. കല്യാണം കഴിക്കാത്ത ഒരു പയ്യൻ, അദ്ദേഹത്തിനോട് ഈ ചെറ്റത്തരം കാണിക്കേണ്ട ഒരു കാര്യമില്ല സാറേ, ഒരു കാര്യവും ഇല്ല. അവൻ നല്ല പൊന്നുമോനെ, അവനൊരു ഭാവിയുള്ളവനെ. അദ്ദേഹം കയറിയിരുന്നാൽ എവരുടെയൊക്കെ പദവി പോവും, ഇവരുടെയൊക്കെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രശ്നമാവും. ആരാ സാറേ ഈ ലോകത്ത് നല്ലത്? ഒരാണോ ഒരു പെണ്ണോ? അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് ദൈവം എല്ലാവരും ഒരുപോലെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മോനെന്ന് പറഞ്ഞാൽ ഒരു പൊന്നുമോനെ, അമ്മയുടെ പൊന്നു മോനെയാ. അവർക്ക് മക്കളുണ്ട്, അവർക്ക് സഹോദരിയുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. എത്രമാത്രം സഹിക്കാൻ ശ്രമിക്കും സാറേ, ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും ഇദ്ദേഹത്തിന്റെ ഈ ഷാഫി മാങ്കൂട്ടം ഇങ്ങനെയുള്ളവരുടെ അവരുടെ വാർത്തകൾ മാത്രം കേൾക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ. എനിക്കിത് വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. 2 ആഴ്ചയായി ഞാൻ ഈ ഫോണൊന്നും എടുക്കലില്ല. കാര്യം അത്രയും നികിഷ്ടമായിട്ടാണ് ഈ പൊന്നുമോനെ പറ്റി പറയും. പൊന്നുമോനവര് അമ്മയുടെ പൊന്നുമോന്, നമ്മുടെ പൊന്നുമോന്, നാട്ടുകാരുടെ പൊന്നുമോനുവാ. ഇവൻ അസംബ്ലി കയറിയണൊക്കെയാ, ഇവൻ നിയമസഭ കയറിയണൊക്കെയാ അവിടെ ഒരു നല്ല അടുക്കും ചിട്ടയും വന്നത്. ആരെയും പേടിക്കാതെ മുഖത്ത് നോക്കി അടിക്കുന്നതിന് പകരം വർത്താനം പറയുന്ന ഒരു പൊന്നുമോനെ അവന്. ഈ പറയുന്ന ഈ ചെറ്റത്തനം പറയുന്ന ഈ വലിയ രാഷ്ട്രീയ നേതാക്കന്മാര് ശമ്പളം വാങ്ങിച്ചു കൂട്ടി അവർക്ക് മരിക്കും വരെ അവർക്ക് സാമ്പത്തികം ഉണ്ട്. ഇവനങ്ങോട്ട് കയറിയതേ. അപ്പൊ അവനെ കൊണ്ട് പൈസ വാങ്ങിച്ച് അമ്മയ്ക്ക് ഒരു ഇറ്റ് വെള്ളം കൊടുക്കാൻ ഈ ജനങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും സാറേ? എന്ത് ചെയ്യണം? എനിക്ക് അന്ന് പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ട് എനിക്കിത് താങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എത്രയോ കല്യാണം കഴിച്ച വലിയ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ അതുപോലുള്ള ഡ്രസ്സ് അതുപോലുള്ള കാര്യങ്ങള് ഈ ഒരുമ്പെട്ടാലേ സാറേ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ആരെ ആകർഷിക്കുന്ന രീതിയിലുള്ള തീരെ കൊള്ളരാത്ത ഡ്രസ്സ് ഇട്ടാ ഈ ആണുങ്ങളെ മുഴുവനും ചീത്തയാക്കുന്ന ഈ പെൺകുട്ടികൾ. ഈ അച്ഛനമ്മമാരെ വേണം ആദ്യം നിയന്ത്രിക്കേണ്ടത്. ഇങ്ങനെ പുറത്തിറക്കി ഈ ആൺപിള്ളേരെ നശിപ്പിക്കുന്ന ഇവരുടെയൊക്കെ ഈ അച്ഛനമ്മമാരെ ഇവർ ഈ വേഷം കാണുന്നുണ്ടല്ലോ, ദേഹത്ത് ഒരു തുണി പോലും ഇല്ലാതെ ഈ മക്കളെ ഇവരെല്ലാം പോയി പുറത്തിറക്കി വിടുന്നത്. സാറ് അറിയാമല്ലോ ഇപ്പോഴത്തെ ഈ വേഷം. ആരെ അനുസരിക്കാത്ത പെൺകുട്ടികൾ, അച്ഛനും അമ്മയ്ക്കും വേണ്ടാത്ത കുറെ മക്കള് നല്ല രീതി നല്ല അടിസ്ഥാനത്തോടു കൂടി വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ വേണ്ട രീതിയിൽ അവരെ പഠിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഓരോ അച്ഛനും അമ്മയാണെങ്കിൽ ഇവരിങ്ങനെ അഴിച്ചു വിടത്തില്ല സാറേ, വിടത്തില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ മക്കളില്ലേ, കൊച്ചുമക്കളില്ലേ? അങ്ങനെ ഒരു നിയന്ത്രണം ഇല്ലാതെ ഈ അഴിച്ചുവിടുന്ന ഈ പെൺപിള്ളേരെ കൊണ്ട് ഈ നല്ല ആൺപിള്ളേരുടെ ഭാവി മുഴുവൻ പോവുക.
നമുക്ക് സാറിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഒരു 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 കാര്യം ഇപ്പം സാറ് ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് നേരിട്ട് പറയാൻ ഈ സങ്കടങ്ങളൊന്ന് മാറ്റി വെക്കാനും ഞങ്ങൾക്ക് ഒരു വലിയൊരു അവസരമായി ഇപ്പം ഈ കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ മനസ്സിലുള്ളതൊന്ന് പുറത്ത് പറയാൻ. സാറേ സങ്കടം കൊണ്ട് പറയുമോ? സങ്കടം ഇപ്പം നമ്മുടെ പൊന്നു മക്കളാണെങ്കിൽ നമുക്കിത് സഹിക്കുമോ? നമ്മുടെ ഈ മാതിരി തോന്നിവാസങ്ങളൊക്കെ ഒരു പയ്യനെ, ഒരു കല്യാണം കഴിക്കാത്ത ഒരു പയ്യനെ കല്യാണം കഴിച്ചേക്ക് പോട്ടെ, അവൻ എന്തുണ്ടെങ്കിലും ചെയ്യട്ടെ, അശ്ലീല വാക്ക്, അശ്ലീല ചൊവ്വ ഉള്ള വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞ് അവന്റെ ഭാവി ഇല്ലായ്മയാക്കണം. അത് കേൾക്കാൻ നിന്നിട്ടല്ലേ സാറേ? അത് അശ്ലീല ചൊവ്വയുള്ള വർത്താനം പറയുന്നത് കേൾക്കാൻ നിന്ന് ആസ്വദിച്ച് അവനെ കൊണ്ട് പറ്റുന്ന മുഴുവനും പറ്റിച്ച് എന്നിട്ട് അവനെ കൊണ്ട് ഇപ്പോഴും ഈ അവസര സമയത്ത് ഇങ്ങനെ ആക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ അവനെ ഇല്ലായ്മയാക്കാന്നുള്ളത് യവന്മാരുടെ ഒക്കെയും തൊഴിൽ വാങ്ങി അന്ന് മുതൽ നാട്ടുകാരുടെ പണം മുഴുവൻ വാങ്ങിച്ച് നല്ല വോട്ടർമാരുടെ വോട്ടും വാങ്ങിച്ച് അതിന്റെ കസര ഇരുന്ന് ഉടയാത്ത ചെയ്യാത്ത നല്ല ആഹാരവും കഴിച്ച് നല്ല കറങ്ങുന്ന കാറിലും കയറി ലോകം മൊത്തം ചുറ്റി നടന്ന് മരിക്കും വരെ ജീവിക്കാനുള്ള സമ്പാദ്യവും സമ്പാദിച്ചിട്ടാണ് ഈ കൊച്ചി ഇറക്കാൻ അങ്ങോട്ട് കയറാൻ സമ്മതിക്കാത്തത്. ആ തള്ളയ്ക്ക് വർഷത്തെങ്കിലും ശമ്പളം വാങ്ങിച്ച് സാറേ ഒരു നേരം തന്നെ ആ തള്ളയ്ക്ക് കൊടുക്കട്ടെ. 2 വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചതാ. 2 വയസ്സിൽ ആ തള്ളയ്ക്ക് വല്ല ബുദ്ധിമുട്ട് ഉണ്ടായി അവൻ ഇത്ര നേരം ആക്കി കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ നാട്ടുകാർക്കുണ്ടായ? ഇപ്പൊ ഇരിക്കുന്ന വിദ്യാഭ്യാസം പോലും ഇല്ലാതെ അക്ഷരം എഴുതാൻ അറിയാൻ പോയാത്ത, വർത്തമാനം പറയാൻ അറിയാത്ത, ഒരു വാക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിയാൻ പോയാത്ത മുഖ്യമന്ത്രിക്ക് പോലും വാരിയെടുക്കുന്ന കോടികൾക്ക് വല്ല കണക്കുണ്ടോ? ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസമുള്ള ഒരു മന്ത്രി എന്ന് പറയുന്ന കൂട്ടത്തിലുണ്ടോ? ഈ വലിയ പദവിയിരിക്കുന്ന ഈ സതീശൻ, ചാണ്ടി, വിജയന്, റിയാസ് എന്നൊക്കെ പറയുന്നവന്മാർക്കൊക്കെ എന്ത് യോഗ്യതയുള്ളത്? എന്ത് യോഗ്യതയാണ് സാറേ ഇവർക്കൊക്കെ ഉള്ളത്? നാട്ടുകാരുടെ നല്ല വോട്ടർമാരുടെ നല്ല വിലപിടിപ്പുള്ള വോട്ട് കൊടുത്തിട്ട് ഈ ചാരികസേര കയറിയിരുന്ന് ഉടയാത്ത ഡ്രസ് ഇട്ട് ഇങ്ങനെ ഇത്രയും ശമ്പളം ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്ത അല്ലെങ്കിൽ അവർക്ക് തോന്നി കൊണ്ട് കൊടുക്കുന്ന ആരെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ട്. അപ്പം കേക്ക് മുറിച്ചല്ലോ, നല്ലപോലെ തിന്നല്ലോ, വിജയ അവരുടെ ആരെങ്കിലും കൂടെ ഉണ്ടോ? എന്താ ഏത് മോളാ? ഏത് കൂട്ടത്തിലുള്ളതാ? സ്വന്തം മോളാണ് മോള്, ഒരു മോളെന്ന് കാണികളാ എല്ലാം നോക്കിയിരിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ അശ്ലീല ചൊവ്വയുള്ളത് ഏതാണ്ട് പറഞ്ഞു പോരും. സഹിക്കാൻ പറ്റുന്നില്ല സാറേ. ഈ മാങ്കൂട്ടത്തിനോട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. പതറരുത്. മാങ്കൂട്ടത്തിന്റെ നമ്പറൊന്നും എനിക്കില്ല സാറ്, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് നല്ലൊരു ഗുണദോഷം കൊടുക്കാം. ഒരു അച്ഛനില്ലാത്ത പൊന്നുപോനാണ് ഈ നാട്ടുകാർ മനസ്സിലാക്കിയാൽ ഈ വലിയ നേതാക്കന്മാർ. അവന് ജീവിക്കാൻ അനുഭവിക്കട്ടെ. അവനുണ്ടെങ്കിലേ ഈ കോൺഗ്രസ് ഉള്ളു. അവന് ഈ ആൺപിള്ളേരെന്ന് പറയുന്ന നല്ല ഒന്നാം തരം ആൺപിള്ളേരുണ്ടെങ്കിലേ കോൺഗ്രസ് എന്ന പാർട്ടി ഒന്ന് ഉണ്ടാകത്തുള്ളൂ. മുടിഞ്ഞ് നശിച്ച് നാമാവശ്യം ജീവനക്കാർക്കും ശമ്പളമില്ല, മനുഷ്യന്മാർക്കും ഒന്നുമില്ലാതെ മനുഷ്യന്മാർക്കും ഇത്രയും വിലയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിവില്ലാത്ത എത്രയോ ജനങ്ങൾ ഈ നാട്ടിൽ കിടന്ന് മരിക്കുന്നു സാർ. എന്തെങ്കിലും ഒരു മാറ്റം സാർ, ഈ മാറ്റം വരണമെങ്കിൽ ഇത് നല്ലൊരു പോമഴി ഉണ്ടായി ആൺപിള്ളേരെ ചുമചൂടുക്കുള്ള ആൺപിള്ളേർ നല്ല രംഗത്തിറങ്ങി അവർ പ്രവർത്തിച്ചെങ്കിലേ ഈ ലോകം നന്നാകത്തുള്ളൂ. ഈ ലോകം കാരണം ആ പയ്യനോടൊന്ന് പറയണം, പതറരുത്, ധൈര്യമായിട്ട് തൻ്റെ ഇടത്തോടു കൂടി നല്ല പോലെ അമ്മയെ മാത്രം വിചാരിച്ചാൽ മതി. അമ്മയെ മാത്രം വിചാരിച്ചു അവൻ നല്ല രീതിയിൽ അവന് ഭാവിയുള്ള ഒരു പയ്യന് അവൻ ജീവിക്കാൻ അവനെ അനുവദിക്കാൻ പറഞ്ഞു. ഈ ചെറ്റയുണ്ടല്ലോ, ഈ പറഞ്ഞ നടക്കുന്ന ഈ ചെറ്റകൾ, ആ ചെറ്റകളോടൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കൂസല്ല. എന്തെല്ലാം എല്ലാവരെയും പറയുന്നു, എന്തെല്ലാം ചെയ്യുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ട്? അതാ നമ്മുടെ ധൈര്യം, നമ്മുടെ തൻ്റെ തള്ളയ്ക്ക് വേണ്ടി അവൻ ജീവിക്കണം. ആ അമ്മ അത്ര ഒരു അമ്മയാണ്. നമ്മുടെയൊക്കെ മക്കൾ നമ്മൾ ഏത് വിധത്തിലായി 2 വയസ്സ് മുതൽ എന്തെല്ലാം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് ഈവിടം വരെ കൊണ്ടുപോയി ചെയ്യുമാതിരി തോന്നിവാസങ്ങളൊക്കെ ഒരു അമ്മയുടെ ഒരു മറ്റുള്ള മിത്രങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ എനിക്കൊരു വിധത്തിൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഈ മോനിങ്ങനെ അല്ലേ പോകും, കല്യാണം കഴിക്കാത്ത ഒരു ചേർക്കാനില്ലേ? അങ്ങനെ കാത്തുകൂട്ടിയിരുന്ന് അതിലെ ഡ്രസ്സ് വിട്ട് പ്രോഗ്രാം ഒക്കെ നടന്നിട്ടാണല്ലോ. അതങ്ങ് സഹിക്കണം, ആസ്വദിച്ചല്ലോ. പേര് അക്ബർ അലി, സ്ഥലം മലപ്പുറമാണ്, വേങ്ങര മണ്ഡലമാണ്. പിന്നെ രാഹുൽ മാങ്കുട്ടത്തിലെ ഈ വിഷയത്തിൽ ഒരിക്കലും രാജിവെക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന്റെ ഒന്നാമത്തെ പോയിന്റ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർക്ക് അവർക്ക് വിജയം മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം വരുന്നത്. കോൺഗ്രസിൽ വിജയം മാത്രമാണ് ലക്ഷ്യം വരുന്നത്. അവിടെ രാഹുൽ മാങ്കുട്ടത്തിക്ക് അവരൊരു പ്രസക്തിയും കാണിക്കുന്നില്ല. കഴിഞ്ഞ 4 വർഷം മുമ്പ് വരെ കോൺഗ്രസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് ശരിക്കും ഇറങ്ങി പ്രവർത്തിക്കാനുള്ള
ത്രാണി വരെ ഇല്ലാത്തൊരു സമയമായിരുന്നു. അതിന് ഈ രാഹുൽ മാങ്കുട്ടത്തിലൂടെ പ്രവേശനം അതിന് ഒരുപാട് പ്രചോദനം തന്നിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് യുവാക്കൾക്ക് കോൺഗ്രസിലേക്ക് വരാനുള്ള ഒരു ചുവടുവെപ്പിനും വേണ്ടി രാഹുൽ അടക്കമുള്ള യൂത്ത് വളരെ എന്താ പറയുക വളരെ ഈ സമൂഹത്തിൽ പ്രസക്തി തന്നിട്ടുണ്ട്. രാഹുൽ മാങ്കുട്ടത്തിൽ രാജിവെക്കരുത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അഭിപ്രായം. രാഹുൽ മാങ്കുട്ടത്തിൽ രാജിവെക്കും ചെയ്യരുത്. സീനിയർ നേതാക്കന്മാരുടെ സീറ്റിനു വേണ്ടിയുള്ള ഈ എന്താ പറയുക ഈ ഒരു കടിപിടിയുടെ കാരണം മാത്രം ഒരു ഇര മാത്രമാണ് ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിൽ നിൽക്കുന്നത്. നിയമപരമായിട്ട് തന്നെ ഈ വിഷയങ്ങൾ രാഹുൽ മാങ്കുട്ടത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയുടെയും നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അതെങ്ങനെയാണ് ശരിയാവുന്നത്? സീനിയർ നേതാക്കന്മാർ രാജിവെക്കണം എന്നുള്ള ഒരു താല്പര്യം മുന്നിട്ട് വരുമ്പോ അവര് ഈ പറഞ്ഞ രാഹുൽ മാങ്കുട്ടത്തിന്റെ അതെ വോയിസ് വന്നിട്ടുണ്ട്. അത് ഓക്കെ രാഹുൽ മാങ്കുട്ടത്തിന്റെ വോയിസ് വന്നിട്ടുണ്ട്. ഈ ഗർഭചിത്രവുമായി സംബന്ധിച്ചുള്ള വോയിസുകൾ വന്നിട്ടുണ്ട്. ലീക്കായിട്ടായിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ വരും, സ്വാഭാവികം. പക്ഷെ എന്താണ് നടപടി എടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ ഈ സംഭവം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പൊതുസമൂഹത്തെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഈ പറഞ്ഞ വി.ഡി. സതീശന് പ്രതിപക്ഷ നേതാവായിട്ട് എടുക്കുന്ന വി.ഡി. സതീശനെയും പിന്നെ KPCC പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന സണ്ണി ജോസഫിനും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. വെറുതെ അങ്ങോട്ട് ആളെ ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ, ശരിയായ തീരുമാനമല്ലല്ലോ. ഈ വിഷയങ്ങൾ തുടക്കം വെച്ചത് എത്തുന്നതിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന എന്നല്ല, മാധ്യമങ്ങളുടെ എന്താ പറയുക ഗൂഢാലോചനയാണ് ഇതിനെ പിന്നിൽ കിടക്കുന്നത്. മാധ്യമങ്ങളിൽ വന്നതിന് ഒരു എന്താ പറയുക ഒരു മുൻകൂർ ഭയം രേഖപ്പെടുത്തിയിട്ടാണ് സീനിയർ നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഈ പറഞ്ഞ മാതിരിയുള്ള ക്യാമറകളിലായി കഴിഞ്ഞാലും എല്ലാവരും പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഷാഫി എന്ന് പറയുന്നത് അണ്ണത്തമ്പി സഹോദരത്തിന്റെ ആ ഒരു കാറ്റഗറിയിൽ പെട്ടുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാഫിയുടെ പിന്തുണ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്താം. പക്ഷെ പുറത്തുനിന്ന് ഇപ്പൊ ഇതിന് നിഷ്പക്ഷമായിട്ട് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ പോലത്തെ ഒരു ചാനലുകൾ വരുന്ന അസഭ്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ അസഭ്യമാണ്. കാരണം ഒരാളെ എങ്ങനെ ഈ സമൂഹത്തിൽ നമുക്ക് താഴെ ഇറക്കാം, തളർത്താൻ പറ്റുന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തിന്റെ കോൺഗ്രസ്. അച്ഛൻകുഞ്ഞ് ഡൽഹിയാണ്. ആക്ച്വലി ഞാൻ കുടാരക്കരക്കാരനാണ്. ഞങ്ങളുടെ ഫാമിലി മൊത്തം കോൺഗ്രസ്സുകാരാണ്. ഒരു 10-200 ഓട്ടോളം വീടാണ് ഞങ്ങളുടെ. ഇനി ഇതെല്ലാം ഓട്ടോലും തിരിയും. കാര്യം ഈ കാണിച്ച തെമ്മാടിത്തരമാണ് ഈ പറയുന്നതൊക്കെ. ഈ ഒരാളെ ഒരു അന്വേഷണ വിധേയം കേട്ടിട്ട് വേണം സംസാരിക്കുന്നത്. അധികം പുള്ളി FIR ഇടുകയോ അല്ലെങ്കിൽ ചെയ്തിട്ട് ആ പുള്ളിയെ അന്വേഷിച്ച് ചെയ്യാൻ പറ്റും. പുള്ളി ഒരു യുവ നേതാവാണ്. ഞങ്ങൾക്ക് ഓക്കെ സമ്മതിക്കുന്നു. പുള്ളി തെറ്റുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം വരട്ടെ, വന്നിട്ട് നമുക്ക് സംസാരിക്കുമല്ലോ. സംസാരിച്ചില്ല അതിന് FIR ഉണ്ടോ മറ്റേ ഉണ്ടെങ്കിൽ ചെയ്യണം. മറ്റുള്ള പാർട്ടിക്കാർക്ക് എന്തെല്ലാം ഉണ്ടാവുന്നുണ്ട്. ഉടനെ ആ പുള്ളി സസ്പെൻഡ് ചെയ്യുന്ന ആവശ്യമുണ്ട്. ഈ പറഞ്ഞ പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് ആൾക്കാരെ നമ്മുടെ അവര് ഒരു യുവനേതാവ് അവനും നല്ലതായി വന്നപ്പോൾ അവനെ ഇല്ലാതാക്കുന്ന ഒരു കോൺഗ്രസ് പറയുന്നു. ഞാൻ ഡൽഹിക്ക് ഞങ്ങൾ ഒരുപാട് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന് വേണ്ടി ഇനിയിപ്പോൾ ഇല്ലാതാകും. ഞങ്ങൾ അവിടെ വോട്ടും ചെയ്തില്ല. നാട്ടിൽ ഞങ്ങളുടെ 19 വോട്ടുള്ള വീടാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളെല്ലാം പഴയ പോലെ കോൺഗ്രസിന്റെ പക്ക നേതാക്കളെന്നല്ല ഞങ്ങൾ അതിന് അനുഭവികളാണ്. ഇതൊക്കെ കാണിക്കുന്ന വളരെ ചെറ്റത്തിൽ കാണിക്കുന്നത്. ഒരു പയ്യൻ നന്നായിട്ട് വരുമ്പോൾ നല്ല അവനെ പറ്റി എത്ര കേസുണ്ട്. ആർക്കും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അവനെ കേസ് കൊടുത്തിട്ട് അവനും ഇപ്പം അവനൊന്നുമില്ലതായി. തെറ്റ് കാണിക്കുന്നത് അത് ഭയങ്കര തെറ്റ് കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഇത്രയും ഇപ്പം ഞാൻ തിരക്കാൻ പറഞ്ഞുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.